കഴിഞ്ഞ ദിവസമായിരുന്നു ആന്റണി രാജുവിന്റെ തൊണ്ടിമുതൽ കേസിൽ വലിയ രീതിയിലുള്ള അപ്ഡേഷൻ പുറത്തു വരികയും അദ്ദേഹത്തിന് 3 വർഷത്തോളം തടവ് ലഭിക്കുകയും പാർട്ടിക്കുള്ളിൽ രാജിവെക്കാൻ പോലും അവകാശമില്ലാത്ത രീതിയിൽ 3 വർഷം തടവ് ലഭിച്ചതുകൊണ്ട് തന്നെ പൂർണ്ണമായും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആന്റണി രാജു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബാർ കൗൺസിൽ. പക്ഷേ 30-35 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഇത്തരത്തിൽ അച്ചടക്ക നടപടി എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഈ കേസ് ഇപ്പോൾ പൊങ്ങി വന്നത് കൊണ്ടോ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ? ഉപകാരം എന്ന് പറയുന്നത് എനിക്കൊന്നു CPM-നെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളാണ്. CPM-നെ സംബന്ധിച്ച് ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഒന്നിനു പുറകെ ഒന്നായി അവർക്ക് ശബരിമല വിഷയം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് അടുത്തൊരു വിഷയം. അപ്പോൾ അതും CPM-ന്റെ തലമണ്ടയ്ക്ക് തന്നെ ഇരിക്കുമെന്നാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും ആന്റണി രാജു ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പിട്ടാണ്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ ട്വിസ്റ്റ്. അന്ന് ചെയ്തതിന്റെ വിധി ഇപ്പോഴാണ് പുറത്തു വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇതിന് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, ഇതുമായുള്ള ബന്ധപ്പെട്ട കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അന്നൊരു ലഹരി പദാർത്ഥം ജെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ ഒരു സായിപ്പ്, ആ സായിപ്പിനെ രക്ഷിക്കാൻ വേണ്ടി പോയ ആന്റണി രാജു അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്നു. അപ്പം ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ സാധനങ്ങളെല്ലാം പോലീസിൽ നിന്നും തിരിച്ചു വാങ്ങിച്ചു. അതായത് ഇപ്പൊ ഈ പറയുന്നത് പോലെ പ്രതിക്ക് വേണ്ടി വാദിക്കാൻ വന്നിരുന്ന അല്ലെങ്കിൽ പ്രതിക്ക് വേണ്ടി വന്നിരുന്ന അഭിഭാഷകയുടെ ജൂനിയർ ആയിരുന്നു. അപ്പം എങ്ങനെയും വിജയിച്ചേ തീരൂ. കാരണം അദ്ദേഹം ഓർക്കുന്നില്ലല്ലോ കുറച്ചു നാൾക്ക് ശേഷം ഞാൻ ഇതുപോലെ MLA മന്ത്രിയും ഒക്കെ ആയി കേരളത്തിന് അന്ന് അദ്ദേഹം ജൂനിയർ അഭിഭാഷകനായിരുന്നു, അദ്ദേഹത്തിന്റെ സീനിയർ അഭിഭാഷകൻ ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഇദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വീണ്ടും ചെറുതാക്കി കോടതിയിൽ സമർപ്പിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സിനിമയുണ്ട്, ശ്രീനിവാസന്റെ സിനിമയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആ സിനിമയിലെ ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് ആളുകളെല്ലാം പുറത്തേക്ക് വിടുന്നത്. അപ്പം ഇത്തരത്തിൽ അപ്പോൾ ആന്റണി രാജുവിനെ പോലുള്ള ഒരാള് അതിനുശേഷം MLA ആകുന്നു, മന്ത്രിയാകുന്നു, CPM-ആയിട്ട് അടുത്ത ബന്ധത്തിൽ പോകുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തൊട്ട് മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് VS അച്യുതാനന്ദന്റെ മുഖമാണ്. VS അച്യുതാനന്ദൻ ഈ ഒരു സമയത്ത് ആന്റണി രാജു ഇനി നിയമസഭയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതായത് VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നൊരു സമയത്ത് പോലും CPM പ്രതിരോധം സൃഷ്ടിച്ചത് മാറ്റി നിർത്തിയിട്ടും ഇവരെ പരിഗണിക്കാതെയും വെക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തെ CPM-നെ സംബന്ധിച്ച് നോക്കൂ, ഇന്ന് ഇത്തരത്തിലുള്ള കുറ്റവാളികളെയാണ് ഏറ്റവും കൂടുതലും പരിഗണിക്കുന്നതും കൂടെ നിർത്തുന്നതും സംരക്ഷിക്കുന്നതും. ശബരിമല വിഷയമാണെങ്കിൽ പോലും CPM-ന് ഒറ്റ വാക്കുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ. ഇവരെ ഞങ്ങൾ മാറ്റി നിർത്തി, ഇവർക്ക് ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ. ഇപ്പം വാസുവിനെ ആണെങ്കിലും പത്മകുമാറിനെ ആണെങ്കിലും ഈ വിഷയത്തിൽ തന്നെ ഞങ്ങൾ മാറ്റി നിർത്തി, അന്വേഷണത്തിൽ അവര് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ എന്നുള്ള ആ ഒരു നിലപാടെടുത്താൽ മതിയായിരുന്നു. CPM-ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത്രയും CPM-നെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശബരിമല തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ വരെ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വെക്കുന്നത് CPM-ന് അത്ര നല്ല കാലമല്ല. CPM-ന്റെ ഒരു പീക്ക് ടൈമിൽ നിന്നുമുള്ളൊരു ഇടർച്ചയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രത്തോളം CPM ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയത്തിന് മേൽ അടുത്ത വിഷയമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം CPM-നെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ശബരിമലയിലെ കിണ്ടി തൊട്ട് ജെട്ടി വരെ കക്കുന്ന സഖാക്കന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സഖാക്കന്മാർ. ഇപ്പോൾ സ്വർണ്ണപ്പാളി, കിണ്ടി, അങ്ങനെ തുടങ്ങി ഒരു പറ്റം സാധനങ്ങളുടെ മോഷണൽ ലിസ്റ്റുകളുടെ എണ്ണം എടുത്തിട്ട് CPM-ന്റെ പേരിലേക്ക് മുദ്ര കുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പക്ഷെ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ CPM മുന്നിലേക്ക് വെച്ചൊരു വിഷയം എന്ന് പറയുന്നത് പുനർജനി വിഷയം തന്നെയാണ്. അപ്പം പുനർജനി വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ 5 വർഷം മുമ്പിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച് പാളിപ്പോയതാണ്. അതായത് പ്രളയം നടക്കുന്ന സമയത്താണ് ഈ പുനർജനി പദ്ധതി ആരംഭിക്കുന്നത്. അപ്പൊ ഈ പദ്ധതിയുടെ പേരിൽ വലിയ രീതിയിൽ അഴിമതി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഈ പദ്ധതിയെ കുറിച്ച് പണം പിരിച്ചു വിശദീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പണം പിരിച്ചതാണ്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വലിയ രീതിയിലുള്ള പണം വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അത് അന്ന് തന്നെ നിയമസഭയിലും ബാക്കി കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്തിട്ട് അന്ന് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങക്ക് വേണമെങ്കിൽ അങ്ങ് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം എന്ത് തന്നെയാണെങ്കിലും അതിന്റെ ഒരു അവസാനം ഇന്നലെ
ഇന്നലെ തൊട്ട് തന്നെ തീർന്നു. ഇന്നലെ രാവിലെ തൊട്ട് മാധ്യമങ്ങൾ ഇത് പ്രതിപക്ഷ നേതാവിന് കുരുക്കാവുന്നു, പ്രതിപക്ഷ നേതാവിനെ പൂട്ടാൻ പോകുന്നു, പ്രതിപക്ഷ നേതാവ് ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ അടിച്ചു വിട്ടിട്ട് ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും അടുത്ത സാധനം അടിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന് കുരുക്കൊന്നുമില്ല, പ്രതിപക്ഷ നേതാവിന് ആശ്വാസം. എന്താണ് വിഷയം? ഇപ്പോ അല്ല, വിജിലൻസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിനകത്ത് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാൻ വേണ്ട ഒരു തെളിവില്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ₹1 പോലും വന്നിട്ടില്ല എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. അപ്പൊ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് എല്ലാവർക്കും കാണുന്നവർക്കെല്ലാം അറിയാം. കാരണം ഒരു സാധനം വരുന്നു, ആ സാധനത്തിന്റെ എനിക്കൊന്ന് റിപ്പോർട്ടർ TV ആണ് പ്രതിപക്ഷ നേതാവിന് കുരുക്ക് മുറുകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം അടിക്കുന്നു. ഇത് ഈ ക്ലിപ്പുകൾ കട്ട് ചെയ്ത് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എല്ലാ സൈബർ ഇടങ്ങളിലും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റിപ്പോർട്ടർ ചാനലും തിരുത്തി, ബാക്കി എല്ലാ ചാനലുകളും തിരുത്തി. ഈ സാധനങ്ങളെല്ലാം അവിടെയാണ് ഈ ന്യൂസിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. നമുക്കറിയാം എല്ലാ ചാനലുകൾക്കും രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടയുണ്ട്. ആ അജണ്ട വെച്ച് നോക്കുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനലാണ് CPM-ന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ക്യാപ്ഷൻ ആണെങ്കിലും ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളാണെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, ഓ ഇവർ ഇത്രയും വലിയ കുറ്റക്കാരായിരുന്നു. ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തിരുത്തും. അതാണ് ഇതിന്റെ വിഷയം. അങ്ങനെ വസ്തുതാധിഷ്ഠിതമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്താൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ എല്ലാ മാധ്യമങ്ങൾക്കും അജണ്ട ഉണ്ടെങ്കിൽ പോലും സത്യം എന്താണ്, നീതി എന്താണ് എന്ന് വേർതിരിച്ചറിയാൻ വേറെ മാധ്യമങ്ങൾ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ അതിന്റെ സമയം വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും CPM അത്ര നല്ല കാലത്തിലല്ല പൊക്കോണ്ടിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോ നമുക്കറിയാം ശബരിമല വിഷയം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉപയോഗിച്ചു. പക്ഷെ അത് വലിയ രീതിയിൽ പാളിസായി പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഈ പറയുന്ന ആന്റണി രാജുവിനെതിരെയുള്ളൊരു കേസ് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ തിരിമറി നടത്തിയ അല്ലെങ്കിൽ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തിയ കേസ് പുറത്തു വന്ന സമയത്താണെങ്കിൽ പോലും അതിനെ പ്രതിരോധിക്കാൻ VD സതീഷിനെതിരെയുള്ള ഈ ഒരു കേസ് ഉപയോഗിക്കാമെന്ന് വ്യാമോഹിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും CPM. പക്ഷേ ഇവരെന്താണോ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത് അത് പിന്നീട് ഇവർക്കെതിരെ തന്നെ ബൂമറാങ് പോലെ അല്ലെങ്കിൽ കർമ്മ പോലെ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ശബരിമല വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് പ്രതിരോധിച്ചപ്പോൾ ഇതേ വിഷയം കൊണ്ട് തന്നെ അവർക്ക് താഴെ പോകേണ്ടി വന്നു. ഇനിയിപ്പോൾ ഈ വരുന്ന ഈ VD സതീശനെതിരെ വന്ന ഈ കേസ് പോലും ഇനി VD സതീശൻ ഒരു PR ആയി മാറിക്കൊണ്ട്, അല്ലെങ്കിൽ VD സതീശന് കുറച്ചുകൂടി ഹൈപ്പ് കൊടുത്ത് CPM-നെ നിയമസഭയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയില്ലേ കൂടുതൽ? പുനർജനി പദ്ധതിയുമായിട്ട്, അതായത് VD സതീശന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുനർജനി പദ്ധതിയുമായിട്ടാണ്. ആ പദ്ധതി എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വിശദമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടുത്തെ സൈബർ ആയിട്ടുള്ള കോൺഗ്രസ്സുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിന് പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും. അപ്പം ഇതിന്റെ പ്രധാനപ്പെട്ട CPM ഉന്നയിക്കുന്ന വിഷയം എന്താണ്, അതിനുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ആരും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകത്തില്ല. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അറിയാം ഇദ്ദേഹത്തിനെ പൂട്ടാനൊന്നും ഇതുകൊണ്ട് പറ്റത്തില്ല. പക്ഷെ ആക്ഷേപിക്കുക എന്നൊരു ലക്ഷ്യമാണ്. ഒരു 100 പേര് ഒന്നിച്ച് ആക്ഷേപിക്കുമ്പോൾ ഒരാളെങ്കിലും വിചാരിക്കും അയാൾ കുറ്റക്കാരനാണ്, ഇയാൾ എന്തോ കട്ടിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. അപ്പം ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ PR വർക്കാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പല വാർത്തകളും. പിന്നീട് നമ്മൾ കേൾക്കുമ്പോൾ അതൊരു മറ്റൊരു രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ പുനർജനി പദ്ധതിയുടെ കാര്യത്തിൽ VD സതീശൻ അങ്ങനെ പൂട്ടാനൊന്നും കഴിയില്ല. വിജിലൻസ് കൊടുത്തേക്കുന്ന കത്ത് വരെ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് നമ്മൾ കണ്ടു. ആ കത്തില് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ കഴിയുന്ന രീതിയിലൊന്നുമില്ല. ആ കേസിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കൊന്നും വന്നിട്ടില്ല. പിന്നീട് ആ പൈസ വന്നിട്ടുള്ള അക്കൗണ്ടിനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് CPM ആണെങ്കിലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറ്റു കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവാണ് നൽകേണ്ടത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിലൊരു ഇന്റേണൽ തർക്കങ്ങൾ ഉണ്ടാക്കാൻ അതിന് വേണമെങ്കിൽ കഴിയും. പക്ഷേ VD സതീശന്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കൊണ്ടുവന്നപ്പോൾ CPM ഏറ്റവും കൂടുതലും ആലോചിച്ചത് ഇത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുക്കും. കേരള രാഷ്ട്രീയം ഞെട്ടുന്നൊരു കാര്യമാണ്. കേരള രാഷ്ട്രീയം ഞെട്ടി. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിലാണ് കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. ശബരിമല എന്ന് പറയുന്നത് 1000 ഭക്തജനങ്ങളുടെ ഭക്തിയുടെ വിശ്വാസത്തിന്റെ ഒരു കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയതാണ് സഖാക്കന്മാർ, അല്ല ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതലും നോക്കിക്കണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല.